അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആർക്കും ഓതാൻ പറ്റിയ ചെറിയൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം. ഇത് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലോ വമ്പം പ്രതിഫലമാണ്. അള്ളാഹു ഇത് ഓതാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കിട്ടുന്നത് വേറൊന്നുമല്ല, സ്വർഗത്തിൽ കൊട്ടാരം കിട്ടുകയാണ്. സ്വർഗത്തിൽ കൊട്ടാരം കിട്ടാൻ പറ്റിയ വളരെ നിസാരമായി ഓതാൻ പറ്റിയ ചെറിയ സൂറത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കുന്നത്. ഒരു കൊട്ടാരം കിട്ടാനും 2 കൊട്ടാരം കിട്ടാനും 3 കൊട്ടാരം കിട്ടാനുമുള്ള വഴി പറഞ്ഞു തരും. അതുമാത്രമല്ല, ഈ കൊട്ടാരം സ്വർണത്താലുള്ള കൊട്ടാരമായി കഴിഞ്ഞാലോ അത് കിട്ടാനുമുള്ള വഴിയാണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നത്. അതുമാത്രമല്ല, ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ വലിയ നേട്ടങ്ങളുണ്ട്. വലിയ വമ്പൻ നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടത്തെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട യഥാർത്ഥ അടിമകൾ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏത് സൂറത്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ത് സ്വർഗത്തിൽ കടക്കുക എന്നുള്ളത്. നിങ്ങളൊക്കെ നമസ്കരിക്കുന്നവരാണോ? ആണ്. നമസ്കരിക്കുന്നതും നമ്മൾ നോമ്പ് പിടിക്കുന്നതും സദക്ക കൊടുക്കുന്നതും ദിക്ർ ചെല്ലുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും രാവിലെ സുബഹിക്ക് ശേഷം നൂറേ മദീനയുടെ മജ്ലിസിലൂടെ അദ്കാറുകൾ ചെല്ലുന്നതും ഒരുപാട് കഷ്ടപ്പെട്ട് പല ഇബാദത്തുകൾ ചെയ്യുന്നതും ഹജ്ജ് ചെയ്യുന്നതും ഉംറ ചെയ്യുന്നതൊക്കെ എന്തിനാണ്? അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. എന്തിനാണ്? അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനാണ്. അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്നതിനോടൊപ്പം നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ പോകണോ? അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. വളരെ സിമ്പിളായിട്ട് ഓതാൻ പറ്റിയ ചെറിയൊരു സൂറത്ത് പാരായണം ചെയ്താൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത് സ്വർഗത്തിൽ കൊട്ടാരമാണ്. സ്വർഗത്തിൽ കൊട്ടാരം കിട്ടുമെന്ന് പറയുമ്പോൾ സ്വർഗം കിട്ടുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? സ്വർഗം കിട്ടുന്ന ഒരാൾക്കല്ലേ സ്വർഗത്തിലെ കൊട്ടാരം കിട്ടുകയുള്ളൂ. അപ്പം ഇത് മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 സ്വർഗമാണ്, 2 സ്വർഗത്തിൻ്റെ ഉള്ളിൽ കൊട്ടാരമാണ്. അതുമാത്രമല്ല, ഈ കൊട്ടാരം സ്വർണത്തിനാലുള്ള കൊട്ടാരമായി മാറുന്നതാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിൽ സ്വർണത്തിനാലുള്ള കൊട്ടാരം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെറും 12 റക്അത്ത് നമസ്കാരമാണ്. അത് ഏത് നമസ്കാരമാണെന്നുള്ളതും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസിനെയും ഈ ക്ലാസ്സിനെയൊക്കെ അള്ളാഹു പരിപൂർണമായും അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് സ്വർഗം കിട്ടാനുള്ളത്. ആ സ്വർഗത്തെക്കുറിച്ച് മഹാന്മാർ നമുക്ക് ഒരുപാട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. മഹാനായ തഴവ ഉസ്താദ് പറയുന്നത് എന്താണ്? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ആ സ്വർഗം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ സ്വർഗം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് ആ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെയാണ് എക്കാലത്തിലും. ആര് നിന്നെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നീ ഒരു ഒന്നുമില്ലാത്തവനാണ്, പാപം പിടിച്ചവനാണ്, നീ ഒരു ദരിദ്രനാണെന്ന് നിന്നെ കണ്ടാലും വിഷമിക്കണ്ട. ഏറ്റവും വലിയ കോടീശ്വരനും എക്കാലവും നിലനിൽക്കുന്ന കോടീശ്വരൻ ആരാണ്? സ്വർഗത്തിൽ കിടക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിന്നെ പലരും കാണുക, നീ ഒന്നുമില്ലാത്തവനാണ്, ദരിദ്രനാണ്, കാറില്ല, വാഹനമില്ല, വീടില്ല, വളരെ പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്നവനാണ്, നീ ഒരു ദരിദ്രനാണ്, നീ
ദരിദ്രനാണെന്ന് നിന്നെ ആര് കണ്ടാലും നീ സ്വർഗത്തിലേക്ക് കടന്നാൽ മഹാന്മാര് പറയുകയാണ്, ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെയാണ് കാലത്തിലും. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മോനെ നീയാ ഏറ്റവും വലിയ കോടീശ്വരൻ. കാരണം നീ ചിന്തിക്കുന്നതൊക്കെ നിന്റെ മുന്നിലേക്ക് വരികയാണ്. പറക്കുന്ന കട്ടിലുകൾ, നിനക്ക് എന്തൊക്കെ സ്വർഗത്തിൽ വേണോ അതെല്ലാം അള്ളാഹു നൽകുകയാണ്. ആ സ്വർഗം കിട്ടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വളരെ ചുരുക്കി ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അതുമാത്രമല്ല, സ്വർഗത്തിനെ കുറിച്ച് മഹാന്മാര് പറയുകയാണ്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. മഹാനായ തഴവ ഉസ്താദ് പഠിപ്പിച്ചവരാണ്. അള്ളാഹു തഴവ ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ സ്വർഗത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ആ സ്വർഗത്തിന്റെ ഉള്ളിൽ മുന്തിരിത്തോട്ടങ്ങളുണ്ട്. നല്ല നല്ല മുന്തിരിത്തോട്ടം. നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കമ്പത്ത് നമ്മൾ പോകുമ്പോൾ മുന്തിരിത്തോട്ടം കാണാം. ഞാൻ പോയിട്ടുണ്ട്. ആ മുന്തിരിത്തോട്ടം പോലത്തുള്ള മുന്തിരിത്തോട്ടം അല്ല സ്വർഗത്തിലെ മുന്തിരിത്തോട്ടം. കാണാൻ വല്ല കൊതിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ആ മുന്തിരിത്തോട്ടം. അങ്ങനെ ആ സ്വർഗത്തിലുള്ള മുന്തിരിത്തോട്ടത്തെ അത് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. നല്ല കദളിപ്പഴം തിന്നാൻ മുന്തിരിത്തോട്ടമുണ്ട്, റുമ്മാമ്പഴമുണ്ട്. നല്ല നല്ല പഴങ്ങളുള്ള സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് കടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു കദളിപ്പഴം നടണമെങ്കിൽ, ഒരു മുന്തിരിത്തോട്ടം നടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു റുമ്മാമ്പഴത്തിൻ്റെ തോട്ടം തന്നെ നമുക്ക് തുടങ്ങണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് പണിയെടുക്കണം, വളമിടണം, നമ്മൾ കൃഷി ചെയ്യണം. ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഫലം കിട്ടുകയുള്ളൂ. മഹാന്മാര് നമുക്ക് പറഞ്ഞു തരികയാണ്, സ്വർഗത്തിലേക്ക് ഒരു വ്യക്തി കടന്നു ചെന്നാൽ അവൻ ഈ റുമ്മാമ്പഴം തിന്നണമെങ്കിൽ, അല്ലെങ്കിൽ മുന്തിരി തിന്നണമെങ്കിൽ, അല്ലെങ്കിൽ മാതളം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവന് കദളിപ്പഴം തിന്നണമെങ്കിൽ അവൻ എന്ത് ചെയ്യണ്ട? കിളയ്ക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. മുന്തിരിത്തോട്ടത്തിലെ മുന്തിരി തിന്നാന്, അല്ലെങ്കിൽ കദളിപ്പഴം തിന്നാന്, റുമ്മാമ്പഴം തിന്നാന്, ഇതിനൊന്നും വേണ്ടി നീ എന്ത് ചെയ്യണ്ട? കിളയ്ക്കണ്ട, പൂട്ടണ്ട, വെയിലും കൊള്ളണ്ട. കിളയ്ക്കുകയും വേണ്ട, വെയിലും കൊള്ളണ്ട, വെള്ളം ഒഴിക്കണ്ട, കഷ്ടപ്പെടുന്ന പണിയേ വേണ്ട. നിനക്ക് വേണ്ടതെല്ലാം വേണ്ടതുപോലെ വേണ്ട സമയത്ത് നിന്റെ മുന്നിലേക്ക് എത്തും. അങ്ങനെയുള്ള സ്വർഗത്തിൽ നമുക്ക് കടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനുള്ള വഴിയാണെന്ന് പറഞ്ഞു തരുന്നത്. അതുമാത്രമല്ല, മഹാന്മാര് പറയുകയാണ്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസ് താ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. മഹാന്മാര് പറയാണ്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. നമ്മുടെ കയ്യിൽ മണിയില്ല, നമ്മുടെ കയ്യിൽ പണമില്ല. പണമുണ്ടെങ്കിലേ ആ സ്വർഗത്തില് കൊട്ടാരം വാങ്ങാൻ പറ്റുമോ? അങ്ങനൊന്നുമില്ല. പണമുണ്ടെങ്കിൽ അത് നമ്മുടെ ദുനിയാവിലാണ് വാങ്ങാൻ പറ്റുന്നത്. അവിടെ വാങ്ങണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള അമലുകളാണ് നമുക്ക് വേണ്ടത്. നല്ല ക്വാളിറ്റിയുള്ള അമലുകൾ, ഇബാദത്തുകൾ നമുക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്വർഗത്തിലെ എന്ത് വാങ്ങാം? സ്വർഗത്തിലെ കൊട്ടാരം നമുക്ക് വാങ്ങാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ വഴി പറഞ്ഞു തരട്ടെ. സ്വർഗത്തിന്റെ ഉള്ളിൽ കൊട്ടാരം കെട്ടാൻ പറ്റിയ വഴി പറഞ്ഞു തരട്ടെ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ളതായ സ്വർഗം നമുക്ക് വേണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ ഇഖ്ലാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ 10 പ്രാവശ്യം ഓതിയാൽ അല്ലാഹു ആ ഓതുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുന്നതാണ്.
സ്വർഗത്തിൽ ഒരു കൊട്ടാരം കിട്ടുന്ന ആ ഒരു കൊട്ടാരം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? സൂറത്തുൽ ഇഖ്ലാസ്. അത് വലിയ ഫലമുള്ളതാണ്. എല്ലാവർക്കും അറിയില്ലേ സൂറത്തുൽ ഇഖ്ലാസ്? ആ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം? സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഒരു ഖതമുൽ ഖുർആൻ പൂർത്തിയാക്കിയ പരിശുദ്ധമായ മുസഹഫ്, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതി പൂർത്തിയാക്കിയ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ആ സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ജീവിതത്തിൽ മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നൽകുന്നതാണ്. ഇനി അത് 20 പ്രാവശ്യം ഓതിയാലോ? 10 പ്രാവശ്യം ഓതിയാൽ ഒരു കൊട്ടാരം കിട്ടും. ഇനി 20 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് എത്രയാണ്? എത്ര കൊട്ടാരം തരും? 2 കൊട്ടാരം തരും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസ് 30 പ്രാവശ്യം, ആദ്യം 10 പ്രാവശ്യമാണ്. 10 പ്രാവശ്യം ഓതിയാൽ ഒരു കൊട്ടാരം കിട്ടും. 20 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ 2 കൊട്ടാരം സ്വർഗത്തിൽ കിട്ടും. ഇനി നമ്മളത് ജീവിതത്തിൽ മുടങ്ങാതെ 30 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ നഫ്സിനെയും കൂടെ ഉണർത്തുകയാണ്, ഇന്നു മുതൽ മുടങ്ങാതെ 30 പ്രാവശ്യം ഓതാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഞാനും നിങ്ങളും മുടങ്ങാതെ 30 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത് എന്താണ്? സ്വർഗത്തിൽ 3 കൊട്ടാരങ്ങളാണ്. ഇനി ഈ കൊട്ടാരം, നമുക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ഈ കൊട്ടാരം സ്വർണത്തിനാലുള്ള കൊട്ടാരമായാലോ? നമ്മുടെ ഉമ്മമാരെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർണം ധരിക്കുക എന്നുള്ളത്, അല്ലേ? സ്വർണം. അപ്പൊ സ്വർണം ധരിക്കുക, ഇപ്പൊ എന്താണ്, എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാലയിടുന്നത്, സ്വർണ്ണമാല ഇടുന്നതും സ്വർണത്തിനാലുള്ള കമ്മലിടുന്നത്. എൻ്റെ ഉമ്മാനൊക്കെ നല്ല ഇഷ്ടമാണ് വളയിടുന്നത്, അല്ലെങ്കിൽ കുലിസിടുന്നത്. അവർക്കൊക്കെ സ്വർണം ഇടുന്നത് നല്ല ഇഷ്ടമാണ്. എൻ്റെ ഉമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ മാത്രം ഒരു ആഗ്രഹമല്ല ഞാൻ പറയുന്നത്. കേവലം ഏകദേശം മുഴുവൻ സഹോദരിമാരെ എടുത്തു വെച്ച് നോക്കിയാലും, എല്ലാ ഉമ്മമാരെ വെച്ച് നോക്കിയാലും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു നമസ്കാരം 12 റക്അത്ത് വെച്ച് മുടങ്ങാതെ നമസ്കരിക്കുകയാണെങ്കിൽ എന്താണ്? സ്വർഗത്തിൽ സ്വർണത്തിനാലുള്ള ഒരു കൊട്ടാരം കിട്ടും. നിങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത്, കൂടുതലും ചിലപ്പോൾ എൻ്റെ വീഡിയോ ചില ഉമ്മമാരായിരിക്കും കാണുന്നത്, നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് കൈ മുഴുവനും കഴുത്തിലും കയ്യിലും കാലിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്വർണം ഇട്ടുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഉപ്പ നിങ്ങളെ പറഞ്ഞു വിട്ടത്. ആണോ? ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റിൽ എഴുതിയിട്ട്, നിങ്ങളുടെ ഉപ്പ നിങ്ങളെ കെട്ടിച്ച് വിട്ടപ്പം നല്ല രീതിയിൽ സ്വർണം ഇട്ടിട്ടാണോ വിട്ടത്? ഇങ്ങനെയാണ് നിങ്ങളെ വിട്ടത്. നിങ്ങളുടെ കല്യാണ ദിവസം നല്ല രീതിയിൽ ഒരുക്കിയാണ് നിങ്ങളെ വിട്ടത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഒരു ചെറിയ പൊട്ട് കമ്മല് പോലും ഇല്ലാത്ത അവസ്ഥയാണ് പല ഉമ്മമാർക്കും ഉള്ളത്. പലരും വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയും. എന്നാൽ ഒരു കൂട്ടം പല ഉമ്മമാർക്ക് ഇപ്പോഴും ധരിക്കാൻ സ്വർണവും കമ്മലും മാലയും വളയും ഒക്കെ ഉണ്ട്, അല്ലേ? വലിയ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അള്ളാഹു അവരുടെ കുടുംബ ജീവിതത്തിലെ സന്തോഷങ്ങളെ, സ്നേഹങ്ങളെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നും വിറ്റ് കൊടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, സഹോദരിമാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് സ്വർണം ധരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പലരും സ്വർണം പോലും ഇല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് വരവൊക്കെ ഇട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. വിഷമിക്കേണ്ട, ഒരു വഴി പറഞ്ഞു തരാം. സ്വർണത്തിനാലുള്ള കൊട്ടാരത്തിൽ ജീവിക്കാനുള്ള വഴി നിങ്ങൾ ചെയ്യുവോ? ഇൻഷാ അല്ലാഹ് ചെയ്യത്തില്ലേ? ഇൻഷാ അല്ലാഹ് പറയും ഉമ്മമാരെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ നഫ്സിനെയും കൂടെ ആദ്യം ഉണർത്തുകയാണ്, എൻ്റെ ശരീരത്തിനോടും ഞാൻ പറയുകയാണ്, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ ദിവസവും മുടങ്ങാതെ 12 റക്അത്ത് വെച്ച് ളുഹറിന് മുമ്പായിട്ട് 12 റക്അത്ത് ളുഹാ നമസ്കാരം. ളുഹാ നമസ്കാരം ഒരു 10 മണി, രാവിലെ ഒരു 10 മണി, 9 മണി, 10 മണിയൊക്കെ ആകുമ്പോൾ നമസ്കരിക്കാം. ഏതായാലും 9 മണി, 10 മണി, 11 മണിക്ക് മുമ്പൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 12 റക്അത്ത് ളുഹാ നമസ്കാരം എന്നും മുടങ്ങാതെ നിങ്ങൾ നമസ്കരിക്കാൻ റെഡിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത് സ്വർഗത്തിൽ സ്വർണത്തിനാലുള്ള വലിയൊരു കൊട്ടാരമാണ്. അള്ളാഹു ആ കൊട്ടാരം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം വെച്ച് മുടങ്ങാതെ ഓതിയാൽ ഒരു കൊട്ടാരം, 20 ആണെങ്കിൽ 2 കൊട്ടാരം, 30 ആണെങ്കിൽ 3 കൊട്ടാരം. മുടങ്ങാതെ 12 റക്അത്ത് ളുഹാ നമസ്കാരം നമസ്കരിച്ചാലോ സ്വർണത്തിനാലുള്ള കൊട്ടാരം സ്വർഗത്തിൽ കിട്ടുന്നതാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ബർക്കത്തിന് വേണ്ടി
ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, സൂറത്തുൽ ഇഖ്ലാസ് ഒരു 10 പ്രാവശ്യം ഓതി വെക്കാം. അള്ളാഹു ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ആരൊക്കെ ഇപ്പൊ എൻ്റെ കൂടെ ഓതുന്നുണ്ടോ എല്ലാവർക്കും സ്വർഗത്തിൽ കൊട്ടാരം കിട്ടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ പരിപാടി കണ്ടവരൊക്കെ നിങ്ങളുടെ പേരും സ്ഥലവും ജില്ലയൊക്കെ താഴെ അറിയിക്കണം. അതുപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ സുബഹിക്ക് ശേഷം 6 മണിക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ ദിക്ർ സ്വലാത്തുകളുടെ അദ്കാറുകളുടെ മജ്ലിസ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും മുടങ്ങാതെ എന്ത് ചെയ്യുക, ആ പരിപാടിയിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നോദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال. അള്ളാഹുവേ, പടച്ചവനെ റബ്ബേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഇഖ്ലാസ് നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, നിന്റെ കാവലിലാക്കണേ അല്ലാ. ഞങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ് പടച്ചവനെ ഞങ്ങൾ 10 പ്രാവശ്യം ഓതി അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങാതെ ഓതാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കഷ്ടപ്പെട്ട് നോമ്പ് പിടിക്കുന്നത്, ദിക്ർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്, പല സൽക്കർമ്മങ്ങളും ചെയ്യുന്നത്, പല ഇബാദത്തുകളും ചെയ്യുന്നത്, അല്ലാഹുവേ നിന്റെ സ്വർഗം കിട്ടാനാ. ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗം കിട്ടുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളാക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, ഞങ്ങൾ ഈ ഓതി പറഞ്ഞതൊന്നും വെറുതെയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പഠന ക്ലാസ്സുകൾ വെറുതെയാക്കല്ലേ അല്ലാ. ഞങ്ങൾ പറയുന്നത് കേട്ട് ഒരാളെങ്കിലും നന്നായാൽ അതിന് പകരം നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് സ്വർഗം നീ നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, സ്വർഗത്തിന്റെ അവകാശികളാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലാ. കാണണ്ടാത്തത് കണ്ടവരാണല്ലാ, കേൾക്കണ്ടാത്തത് കേട്ടവരാണല്ലാ, പറയണ്ടാത്തത് പറഞ്ഞവരാണല്ലാ, ചിന്തിക്കണ്ടാത്തത് ചിന്തിച്ചവരാണല്ലാ. ഞങ്ങൾക്ക് നീ പുറത്ത് നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മൂക്കിലൂടെ ട്യൂബിട്ട് ജീവിക്കേണ്ട അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ശരീരമെല്ലാം തളർന്ന് കിടക്കുന്ന കടപ്പില് കടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നിത്യരോഗികളാക്കല്ലേ അല്ലാ. ഞങ്ങളെ ക്യാൻസർ രോഗികളാക്കല്ലേ അല്ലാ. ഞങ്ങളെ ട്യൂമർ രോഗികളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ, വിജയം നൽകണേ അല്ലാ. എൻ്റെ ഈ പരിപാടി കണ്ട പാവങ്ങൾ റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നീ സ്വർഗത്തിലാക്കണേ അല്ലാ.
സ്വർഗ അവകാശികളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നതും ഈ ക്ലാസ് നടത്തുന്നതൊക്കെ സ്വർഗം കിട്ടാനാ. ഞങ്ങളെ നീ നരകത്തിന്റെ വിറകുകളാക്കല്ലേ അല്ലാ. നരകത്തിന്റെ വിറക് കൊള്ളികളാക്കല്ലേ അല്ലാ. സ്വർഗം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മുടങ്ങാതെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക. അപ്പൊ എന്ത് ചെയ്യാ, മുടങ്ങാതെ എല്ലാ ദിവസവും പല ക്ലാസ്സുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഇപ്പൊ എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ എന്നും കൂടെ നിൽക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് 3 സലാത്തോടുകൂടി നമുക്ക് നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.